പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ ഓരോ ദിന രാത്രങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, മൗലിദിന്റെ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. രാവിലത്തെ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അല്ലാഹു എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പലപ്പോഴും നമുക്കറിയാം ഇതൊക്കെ ഇങ്ങനെയാണെന്ന് അറിയാം, പക്ഷെ എന്നാലും നമ്മൾ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 25 സുന്നത്തായ അമലുകൾ. ഇൻഷാ അല്ലാഹ് ഇന്ന് അതാണ് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്താൽ 100 ശുഹദാക്കളുടെ 100 രക്തസാക്ഷികളുടെ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് തരുന്നത്. ഓരോ രക്തസാക്ഷിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാകും 100 രക്തസാക്ഷികൾക്ക് എത്ര വലിയ പ്രതിഫലമാണെന്ന്. ഒരു കാര്യം ചെയ്താൽ മതി. അതേത് കാര്യമാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോകണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 5-ാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് 5-ാമത്തെ പകലാണ്. റബീഉൽ അവ്വൽ 12ലേക്ക് നമ്മളിതാ എത്താൻ ആയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ മദ്രസകളിൽ ദഫിൻ്റെ, അതുപോലെ തന്നെ മറ്റ് പ്രസംഗം, പാട്ട്, ഖുർആൻ പാരായണം, അതിൻ്റെ റിഹേഴ്സലൊക്കെ വീടുകളിൽ നടക്കുന്നു, അതുപോലെ തന്നെ മദ്രസകളിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ പരീക്ഷാക്കാലം കൂടിയാണിത്. അപ്പോൾ എല്ലാം കൂടി നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒന്നിച്ചവരിങ്ങനെ മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാം നല്ല ബുദ്ധികൂർമ്മതയും ഓർമ്മശക്തിയും നല്ല ഭാവിയും അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് കുട്ടികൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് PG ഒക്കെ കഴിഞ്ഞിട്ട് ജോലി കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ജോലിയൊക്കെ കിട്ടി പലരും വിവാഹം നടന്നിട്ടില്ല, പ്രയാസത്തിലാണ്. അല്ലാഹു തആല ഹൈറായ ഇണകളെ അല്ലാഹു വേഗം അവർക്ക് അടുപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, എല്ലാവരും നമ്മുടെ വൈകുന്നേരത്തെ മൗലിദിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് അറിയാം. എന്നാലൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നമ്മുടെ കുടുംബ ഗ്രൂപ്പുകൾ ഉണ്ടാകും, നമ്മുടെ കൂട്ടുകാരുടെ ഗ്രൂപ്പുകൾ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഈ വൈകുന്നേരത്തെ മജ്‌ലിസും ഇപ്പോൾ രാവിലെ നമ്മൾ കാണുന്ന ഈ ക്ലാസ്സൊക്കെ അതിൻ്റെ ലിങ്കുകളൊന്ന് അയച്ചു കൊടുത്താൽ അവരിലേക്ക് എത്തി. അപ്പോൾ അത് ഒരുപാട് ആളുകൾ അത് കാണാനും, അത് അവർക്കൊക്കെ ചൊല്ലുമ്പോൾ ഒരു ബൈത്ത് ചൊല്ലിയാൽ, ഒരു വാക്ക് പറഞ്ഞാൽ അയച്ചു കൊടുത്ത് നമുക്കാണ് അതിൻ്റെ പ്രതിഫലം കിട്ടുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ മാസം നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും, പ്രത്യേകിച്ച് സ്വലാത്ത്, നമ്മൾ ഇന്നലെയും സ്വലാത്ത് പഠിച്ചു. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ മറ്റ് സ്വലാത്തുകളൊക്കെ നമ്മൾ ഇനി പഠിക്കാനിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ പറയുന്ന എല്ലാ അമലുകളും റബ്ബ് തആല സ്വീകരിക്കട്ടെ, ഉയർന്ന രൂപത്തിൽ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. നബി തങ്ങൾ പറയുന്നു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅത ഷഹീദ്. ഒരു മനുഷ്യൻ മൻ തമസ്സക ബിസുന്നതി, എൻ്റെ സുന്നത്തിനെ ഒരാൾ മുറുകെ പിടിച്ചാൽ, എൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ചെയ്ത, നബി തങ്ങൾ പറഞ്ഞ, നബി തങ്ങൾ മൗനാനുവാദം കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു സുന്നത്തായ ഒരു കാര്യം അയാൾ അത് മുറുകെ പിടിച്ചു. എപ്പോ? ഇൻദ ഫസാദി ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം ഫസാദിലാകുന്ന, ഫസാദ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും പ്രതിസന്ധികളും തെറ്റുകളും, അങ്ങനെ ലോകം മുഴുവനും ഇങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുമ്പോൾ, സത്യം പറഞ്ഞാൽ ഈ കാലമാണത് അല്ലേ. ഇനിയിപ്പോൾ എവിടെ നോക്കിയാലും മുസ്ലിം സമുദായത്തിന് പ്രശ്നങ്ങളാണ്. പല പ്രശ്നത്തിലൂടെ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നു. ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ വരാനുണ്ട്. പല പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ ആകെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മുടെ ഈ സമൂഹം, ലോകം മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് എൻ്റെ ഒരു സുന്നത്ത് ഒരാൾ മുറുകെ പിടിച്ചാൽ ഫലഹു, അവനിക്കുണ്ട് മിഅത അജ്റ ഷഹീദ്, 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്നാണ്. ഒരു ശുഹദാഇന്റെ, ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം എന്താണെന്നറിയോ? അതായത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും അമലുകൾ ഒരു തട്ടിൽ വെക്കുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി ഷഹീദായ ഒരു മനുഷ്യൻ, അയാളുടെ ഒരു തുള്ളി രക്തം മറ്റേ തട്ടിലും, ഒരു ത്രാസിന്റെ മറ്റേ തട്ടിൽ വെച്ചാൽ ഇയാളുടെ ആ രക്തത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത്. ഈ ശുഹദാക്കന്മാര് നാളെ ആഖിറത്തിൽ വിചാരണയില്ലാതെ പക്ഷികളെപ്പോലെ സിറാത്തു പാലത്തിന്റെ മുകളിലൂടെ പറന്ന് സ്വർഗത്തിലേക്ക് പോകുമെന്ന് പോലും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അവരുടെ കിതാബുകളിൽ. അപ്പൊ അത്രമാത്രം വലിയ പ്രതിഫലമുള്ള ആളുകളാണ് ശുഹദാക്കൾ.
അത് ഒരു ശുഹദാഇന്റെ പ്രതിഫലമാണെങ്കിൽ അങ്ങനെയുള്ള 100 ശുഹദാക്കളുടെ പ്രതിഫലം അല്ലാഹു തആല തരുമെന്നാണ്. എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പിൻപറ്റുക. നബിയുടെ സുന്നത്തുകൾ ഏറ്റവും കൂടുതൽ പിൻപറ്റി തുടങ്ങാൻ പറ്റിയ മാസമാണ് ഈ റബീഉൽ അവ്വൽ മാസം, അല്ലെ? റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ മൗലൂദ് ചൊല്ലുന്നു, സ്വലാത്തുകളൊക്കെ പറയുന്നു, ആയിക്കോട്ടെ, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നബി തങ്ങളുടെ ഒരു സുന്നത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ ഇനി മുതൽ മുറുകെ പിടിക്കും എന്ന ഒരു ദൃഢനിശ്ചയം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു 25 സുന്നത്തുകൾ നമുക്കൊന്ന് പരിശോധിച്ചാലോ? 25 അല്ല കേട്ടോ, ഒരുപാട് സുന്നത്തുകളുണ്ട്, ഒരുപാട് സുന്നത്തുകൾ. നബി തങ്ങളുടെ എത്ര സുന്നത്താണ് നമ്മൾ എടുക്കാറുള്ളത്? അയ്യേ ഉസ്താദേ, ഈ സുന്നത്തായ കാര്യങ്ങളാണോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് നമ്മൾ പറയും. പക്ഷെ എത്ര പേര് ആ സുന്നത്തായ കാര്യങ്ങൾ എടുക്കാറുണ്ട്? ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാല് കൊണ്ട് കയറണം, അത് സുന്നത്തായ കാര്യമാണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. എത്ര പേര് ചെയ്യുന്നു? നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ മൂത്രമൊഴിക്കാൻ പോയി ഓടി അങ്ങോട്ട് കയറുക, ചിലപ്പോൾ 2 കാലും കൊണ്ടായിരിക്കും ചിലപ്പോൾ കയറുക. എത്ര പേര് ഇടതുകാല് കൊണ്ട് കയറുന്നു? അല്ലെ? ബാത്റൂമിൽ കയറുമ്പോൾ തല മറക്കുക, സുന്നത്ത് നമ്പർ 1. നമ്മൾ രാവിലെ എഴുന്നേറ്റ് തൊട്ട് നോക്കാം. രാവിലെ എഴുന്നേക്കുന്ന സമയത്ത് വലതുഭാഗം കുത്തി എഴുന്നേക്കണം, അതൊരു സുന്നത്തായ കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? വലതുഭാഗം കുത്തി എഴുന്നേക്കണം. എന്നിട്ടോ കിടക്കപ്പായിൽ നിന്ന് ഉടനെ തന്നെ എഴുന്നേറ്റ് പോകണ്ട, അവിടെ ഒരു അല്പം ഇരിക്കുക, നല്ലൊരു കാര്യമാണ്. അവിടെ ഇരുന്നിട്ടൊരു ദുആ പറയുക. എന്ത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. നമ്മൾ പറയാറുണ്ടോ? അതൊക്കെ ഞങ്ങൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. എത്ര പേര് പറയുന്നു? ഇനി അവിടെ വെച്ച് പറയണ്ട, ഇതെല്ലാം കഴിഞ്ഞിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ ഒരു ദുആയിലെങ്കിലും ഈ ദുആ ഒന്ന് ഉൾപ്പെടുത്തിയാൽ മതിയല്ലോ. അതില്ല, നമ്മൾക്കിത് അറിയാം, പക്ഷെ എത്ര പേര് പറയുന്നു? പറയുന്നില്ല, അല്ലേ? അങ്ങനെ എഴുന്നേറ്റ് നമ്മൾ ഇരുന്നു, അവിടെ ഈ ഒരു ദുആ പറയുക. എന്നിട്ട് പിന്നെ നമ്മൾ ബാത്റൂമിലേക്ക് പോകും. ബാത്റൂമിൽ കയറുമ്പോൾ തല മറക്കുക. എൻ്റെ പൊന്നു ഉസ്താദ്, ആ സമയത്ത് ഉറക്കപ്പിച്ചിട്ട് പോകുമ്പോൾ തല മറക്കാനോ? ഇതാണ് അതായത് നമുക്ക് പറ്റുന്നില്ല. നബി തങ്ങളുടെ സുന്നത്താണെന്നറിയാം, അതിന് പ്രതിഫലം ധാരാളമുണ്ടെന്നറിയാം, എന്നിട്ടും നമുക്കത് ചെയ്യാൻ തോന്നുന്നില്ല, പറ്റുന്നില്ല. ഇവിടെയാണ് പ്രശ്നം. യാ റബ്ബ്. അപ്പോൾ തല മറക്കുക, തല മറച്ചത് ആണാവട്ടെ പെണ്ണാവട്ടെ തലമറച്ച് ബാത്റൂമിൽ പോവണേ, ഇടതുകാലുകൊണ്ട് ബാത്റൂമിൽ കയറണേ, ചെരുപ്പ് ധരിക്കണേ. ഇതൊക്കെ സുന്നത്താണ്. ചെരുപ്പ് ധരിക്കണം. ചെരുപ്പ് ധരിക്കാതെ സ്ഥിരമായി ബാത്റൂമിൽ കയറുന്ന ആളുകളുടെ കാലിന്റെ താഴെ ഈ ആണിരോഗം ഉണ്ടാകുമെന്ന്. ഈ ആണിരോഗമില്ലേ, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പൊട്ടൽ പോലെയൊക്കെ ഉണ്ടാകും. ഒരുപാട് അണുക്കളാണ് ഈ ബാത്റൂമിലുള്ളത്. ഒരാൾ ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ കോടിക്കണക്കിന് അണുക്കളാണ് അയാളുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നതെന്നാണ്. അതാണ് ഈ അടുത്ത ആൾ കയറുമ്പോൾ ഈ അവിടെ നിന്ന് ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല. നമ്മൾ ബാത്റൂമിൽ കയറിയാലും അതുപോലെ തന്നെ മറ്റുള്ളവർ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കയറിയാലും അവിടെ വെച്ച് സംസാരിക്കാൻ പാടില്ല. ബാത്റൂമിൽ സംസാരിക്കരുത്. അപ്പോൾ തലമറക്കുക, ഇടതുകാല് കൊണ്ട് കയറുക, ചെരുപ്പ് ധരിക്കുക, അവിടെ ഒരുപാട് സമയം ഇരിക്കാതിരിക്കുക, അവിടെ നിന്ന് സംസാരിക്കാതിരിക്കുക. പിന്നെയോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ക്ലോസറ്റിൽ നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുമ്പോൾ എങ്ങനെയാ ഒരല്പം ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുക. ഇപ്പൊ ഈ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ ആയതുകൊണ്ട് അതിങ്ങനെയൊക്കെ ഇരിക്കാൻ പ്രയാസമായിരിക്കും. നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റ് ആണെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോൾ ആ ഒരു കൃത്യമായ സുന്നത്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇരിക്കുക. പിന്നെ ഒരുപാട് സമയം അവിടെ ഇരിക്കരുത്. ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ വെള്ളത്തിൽ കളിച്ചൊക്കെ അങ്ങനെ ഇരിക്കരുത്. പെട്ടെന്ന് കാര്യം കഴിഞ്ഞ് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വരുമ്പോഴോ വലതുകാല് കൊണ്ട് വയറുക. ഇനി ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇടതുകാല് കൊണ്ട് ബാത്റൂമിലൊക്കെ കയറുമ്പോൾ വാഗൊണ്ട് പറയണ്ട, മനസ്സിൽ പറയണം. എന്ത് ദുആ പറയണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് യാ റബ്ബ്. പണ്ട് മദ്രസയിൽ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പഠിച്ച ദുആയാണത്. അല്ലാതെ ഏതെങ്കിലും സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ സുന്നത്തുകൾ ധാരാളം എടുക്കാമല്ലോ. സുന്നത്തുകൾ ധാരാളം എടുക്കാം. വെറുതെ അല്ല ഈ ശുഹദാഇന്റെ പ്രതിഫലം എന്നൊക്കെ നബി തങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് എടുക്കാൻ പ്രയാസമായിട്ട് തോന്നും. ഇതൊക്കെ പറയാനും ചെയ്യാനും പ്രയാസമായിട്ട് വരും. അങ്ങനെ ആ പ്രയാസം മറികടന്ന് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്രതിഫലം കിട്ടുക. പിന്നെയോ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അല്ലേ അദ്ഹബ അന്നി അൽ അദാ വഅഫാനി. അല്ലാഹുവേ പടച്ചവനെ, ഈ ഒരു പ്രയാസം നീ എനിക്ക് മാറ്റി തന്നല്ലോ. അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. ഇങ്ങനെ സുന്നത്തായ പല ദുആകളുണ്ട്. എന്നിട്ടോ പല്ല് തേക്കുന്ന സമയം പല്ല് തേക്കുമ്പോൾ വലത് ഭാഗം കൊണ്ട് തുടങ്ങുക. ഈ വലത് ഭാഗം അവിടെ നിന്ന് തുടങ്ങുക, അത് സുന്നത്താണ്. നാക്ക് വൃത്തിയാക്കുക, അത് നല്ലൊരു കാര്യമാണ്. പിന്നെയോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞു, പിന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുക ധാരാളം. സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ഓരോ ഫർളായ നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്തായ നിസ്കാരങ്ങൾ അത് കൃത്യമാക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെ, അവിടെ ഒരുപാട് ചോറാണോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ ഇടിയപ്പോ അപ്പോ പുട്ടോ ഒക്കെ ആണെങ്കിൽ സൈഡിൽ നിന്ന് കഴിക്കുക. അവിടെ നിന്ന് കുറച്ചെടുത്ത് ഇവിടെ നിന്ന് കുറച്ചെടുത്ത് അങ്ങനെയല്ല, സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങുക. അതൊക്കെ സുന്നത്താണ്. അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. പിന്നെയോ കഴിക്കുന്ന സമയത്ത്
ഈ ഭാഗത്ത് ആക്കാതിരിക്കലാണ് പ്രത്യേകം നല്ലത്. ചില ആൾക്കാരുണ്ട് കൈ അറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഉരുട്ടി. അത് നല്ല ശീലമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഈ 3 വിരൽ കൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നതെന്നാണ്. ഭക്ഷണം കഴിച്ച 3 വിരൽ കൊണ്ടാണ്. അന്ന് പിന്നെ ചപ്പാത്തി റൊട്ടിയൊക്കെയാണ്. നമ്മൾ ചോറ് കഴിക്കുമ്പോഴാണെങ്കിലും ഈ വിരൽ കൊണ്ട് കഴിക്കുക, അല്ലാതെ ഇങ്ങനെ ഉരുട്ടി. ഇപ്പോൾ ഓണത്തിൻ്റെ സീസണൊക്കെ വരുമല്ലേ, ഇപ്പോൾ സാമ്പാർ ഒഴിച്ച് അവിയലൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുഴച്ചിങ്ങനെ, അതൊരു എന്താ പറയുക, അനാരോഗ്യകരമാണ് എന്നാണ് ചില ഡോക്ടർമാർ പറഞ്ഞത്. ചില ആൾക്കാർ പറഞ്ഞ് കൈ അറിഞ്ഞ് ഭക്ഷണം കഴിക്കണമെന്ന്. അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കതല്ല ചർച്ച. ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ, അള്ളാഹുവേ ഈ ഭക്ഷണം നീ എനിക്ക് തന്നു, എത്രയോ ആളുകൾ ഈ ഭക്ഷണം കിട്ടാൻ ഇങ്ങനെ കൊതിച്ചു നിൽക്കുന്നുണ്ട്, എനിക്കതൊന്നും ഇങ്ങനെ കൊതിച്ചു നിൽക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ, നീ എനിക്ക് തന്നല്ലോ അല്ലേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയുക. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാലുകൊണ്ട് ചെരുപ്പ് ധരിക്കുക, ഊരുമ്പോൾ ഇടത് കാലുകൊണ്ട് ഊരുക. എല്ലാവരോടും സലാം പറയുക, എല്ലാവരോടും ചിരിക്കുക. തുപ്പുന്ന സമയത്ത് ഇടതു ഭാഗത്തേക്ക് തുപ്പുക, മുമ്പിൽ തുപ്പാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ മുമ്പിലേക്ക് തുപ്പരുത്, അല്ലെങ്കിൽ വലതു ഭാഗത്തേക്ക് തുപ്പരുത്, ഇടതു ഭാഗത്തേക്ക് തുപ്പലാണ് ഏറ്റവും നല്ലത്. ഇനി അവിടെ ഇപ്പോൾ ആൾക്കാർ നിൽക്കുവാണെങ്കിൽ വലതു ഭാഗത്തേക്ക് തുപ്പാം, പക്ഷെ എന്താണ് സുന്നത്ത് ഇടതു ഭാഗത്തേക്ക് തുപ്പലാണ്. പിന്നെയോ വാഹനത്തിൽ കയറുമ്പോൾ, വീട്ടിൽ കയറുമ്പോഴൊക്കെയുള്ള ദിക്റുകൾ പറയുക. വീട്ടിൽ കയറുമ്പോൾ സലാം പറയുക, വലത് കാലുകൊണ്ട് വീട്ടിലേക്ക് കയറുക. ഇങ്ങനെ എത്രയോ സുന്നത്തുകളുണ്ട്. ദുആകൾ പറയുക, അയൽവാസികളോട് കുശലാന്വേഷണം നടത്തുക, അതൊക്കെ സുന്നത്താണ്. രോഗികളായ ആളുകളെ സന്ദർശിക്കുക, അതും സുന്നത്താണ്. സ്വലാത്തുകൾ ധാരാളം പറയുക, അതും സുന്നത്താണ് അല്ലേ. എത്രയോ സുന്നത്ത്. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത് കാലുകൊണ്ട് കയറണേ, ഇറങ്ങുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറണേ. ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാല് ഊരുമ്പോൾ ആദ്യം ഇടത് കാൽ ഊരണം, എന്നിട്ട് വലത് കാൽ ഊരണം. വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതൽ സുന്നത്താൻ. നഖം വെട്ടുന്ന സമയത്ത് സുന്നത്തായ രൂപത്തിൽ നഖം വെട്ടുക അല്ലെ. സുന്നത്തായ രൂപത്തിൽ എങ്ങനെ? വലത് കൈയിന്റെ ചൂണ്ടുവിരൽ അവിടെ നിന്നാണ് നഖം വെട്ടി തുടങ്ങേണ്ടത്. വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം നഖം വെട്ടൽ പ്രത്യേകം സുന്നത്താൻ. ഇങ്ങനെ എത്രയോ സുന്നത്തുകൾ. ഈ സുന്നത്തുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് കിട്ടും? ഫലഹു അജ്റു മിഅത്ത് ഷഹീദ്. 100 ശുഹദാഇന്റെ പ്രതിഫലം, 100 രക്തസാക്ഷികളുടെ പ്രതിഫലം നമ്മെ കാത്തിരിക്കുന്നു. ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്ത് നമ്മൾ മുറുകെ പിടിച്ച്, വല്ലപ്പോഴും ചെയ്യലല്ല, സ്ഥിരമായി അങ്ങനെ ചെയ്യണം. തഹജ്ജുദ് നിസ്കരിക്കണേ, ദുഹാ നിസ്കരിക്കണേ, അതൊക്കെ പ്രത്യേകം സുന്നത്താണ്. വിത്ർ നിസ്കരിക്കണേ. ഉമ്മാനോട് വാപ്പാനോട് നല്ല രൂപത്തിൽ പെരുമാറണേ. ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് സ്നേഹത്തോടെ പെരുമാറണേ. ഇങ്ങനെ എത്രയോ 100,000 സുന്നത്തുകൾ അതൊക്കെ എടുക്കുക. അപ്പോൾ സുന്നത്തുകൾ പ്രാവർത്തികമാക്കി തുടങ്ങാൻ പറ്റിയ ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. ധാരാളമായി സ്വലാത്ത് പറയുക, അറിയാവുന്ന സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക, മദ്ഹുകൾ പറയുക, മൗലിദിന്റെ സദസ്സിൽ പോയിരിക്കുക, അതൊക്കെ നല്ല കാര്യമാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഒരുപാട് സുന്നത്തായ കാര്യങ്ങളുടെ ലിസ്റ്റ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയാത്ത ഒരുപാട് സുന്നത്തുകൾ വേറെയുമുണ്ട്. ആ സുന്നത്താണെന്ന് കേൾക്കൂലേ, അത് നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ മുറുകെ പിടിക്കുക. പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ സ്ത്രീകൾ നിസ്കരിക്കണം. ഇത് ഫർദ് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിസ്കരിച്ചു പോകും, പിന്നെ സുന്നത്തേ ഇല്ല. അങ്ങനെയല്ല, നമ്മൾ ഈ ഫർദ് നിസ്കരിക്കുമ്പോൾ ഒരുപാട് കുറവുകളുണ്ട്. ആ കുറവുകളൊക്കെ പരിഹരിച്ച് നമ്മുടെ ആ ഫർദ് നിസ്കാരം സ്വീകരിക്കപ്പെടാനാണ് ഈ സുന്നത്തായ നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കുന്നത്. അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. പിന്നെയോ ഉമ്മമാരെ, നിങ്ങൾ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, പിന്നെ അടിച്ചു തൂക്കുമ്പോഴും നിങ്ങൾ വീട്ടുജോലിയൊക്കെ ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് ചെയ്യുക. പിന്നെ ദിക്റുകൾ പറഞ്ഞ് ചെയ്യുക, അതൊക്കെ പ്രത്യേകം സുന്നത്താണ്. അതിലൊക്കെ വലിയ ബർക്കത്തുണ്ടെന്നാണ്. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് സുന്നത്തുകൾ പറയാനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-25ഓളം സുന്നത്തുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് അറിയാമെങ്കിൽ എത്ര പേര് ചെയ്യുന്നുണ്ട്? അതാണ് പ്രശ്നം. അറിയാം, ആയിക്കോട്ടെ, പക്ഷെ ആ അറിവ് നാഫിയായ ഇൽമുണ്ട്, അറിവുണ്ട്, പക്ഷെ അത് ഉപകാരപ്പെടുന്ന ഇൽമായി മാറണം. നമ്മളത് ആ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അത് ഉപകാരപ്പെടുന്ന അറിവുകളായിട്ട് മാറുകയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള അറിവുകൾ ഉപകാരപ്പെടുന്ന അറിവുകളായി മാറണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങളായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് കുറച്ച് സ്വലാത്ത് കൂടി പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും കുറച്ച് സ്വലാത്ത് ചൊല്ലിക്കുക. എണ്ണം നോക്കണ്ട, കുറച്ച് സ്വലാത്ത്. اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലിം 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കട്ടെ. ചൊല്ലി സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ, പ്രശ്നങ്ങൾ മാറ്റിത്തരട്ടെ, രോഗങ്ങൾക്ക് ശിഫാ തരട്ടെ, ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. ആരൊക്കെ എന്തൊക്കെ ദുആരക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.